വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ആധിപത്യം നശിച്ചു എന്ന് പറയുന്നവർക്കുള്ള മറുപടിയായിരുന്നു മണിപ്പൂരിലെ 2 ലോക്സഭാ സീറ്റുകളിലെയും മിന്നുന്ന വിജയം. കോൺഗ്രസ് അടരാടുകയായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ കോൺഗ്രസിന് ബഹുദൂരം മുന്നിൽ പോകാൻ കഴിഞ്ഞോ മറ്റുള്ളിടങ്ങളിൽ എന്നുള്ളതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം അസാമിൽ വലിയ മുന്നേറ്റമാണ് കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഗൗരവ് ഗൊഗോയിയുടെ വിജയം, അതുപോലെ തന്നെ മറ്റ് 2 പേരുടെ വിജയം ഒഴിച്ചാൽ അസാമിൽ കാര്യമായ മാറ്റം ഉണ്ടായിട്ടില്ല. അതൊരു പക്ഷേ ഇനി വരും നാളുകളിൽ ഉണ്ടാകും എന്ന ദീർഘവീക്ഷണത്തോടു കൂടിയാണ് കോൺഗ്രസ് മുന്നേറുന്നത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയുടെ 2ാം ജോഡോ ന്യായ് യാത്ര അത് മണിപ്പൂരിൽ നിന്ന് തുടങ്ങി നവി മുംബൈയിൽ, അതായത് മുംബൈയിൽ അവസാനിക്കുന്ന രീതിയിലായിരുന്നു 2ാം ജോഡോ യാത്ര. ഒരുപക്ഷേ ഉത്തർപ്രദേശിൻ്റെ ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയ ജോഡോ യാത്രയായിരുന്നു അത് തീർച്ചയായും എവിടെ നിന്നാണോ ഉത്ഭവസ്ഥലം, എവിടെ നിന്നാണോ തുടങ്ങിയത്, അവിടെയുള്ള സീറ്റുകൾ മുഴുവൻ നേടിയെടുത്തു. മുംബൈയിലെ 6 ലോക്സഭാ സീറ്റിൽ 5ഉം നേടിയെടുത്തു എന്നുള്ളത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ആധികാരിക വിജയം തന്നെയാണ്. UP ബെൽറ്റ് മുഴുവനായി ഇന്ത്യ മുന്നണിയുടെ ഒരു മുന്നേറ്റമാണ് കണ്ടത്. അതിൽ 37 സീറ്റുകൾ സമാജ്വാദി പാർട്ടിയും 6 സീറ്റുകൾ കോൺഗ്രസും. BJPക്ക് പ്രതീക്ഷിക്കുന്ന വിജയം ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുത്തനെ കുറയുന്ന ഒരു കാഴ്ച, അതായത് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം പകുതിയിലും താഴെയാകുന്ന ഒരു കാഴ്ചയിലേക്ക് പോകുന്ന അവസ്ഥയായിരുന്നു. 4,80,000 വോട്ടുകൾക്ക് 2019 ജയിച്ച മോദി ഇത്തവണ വിയർത്ത് ജയിക്കേണ്ടി വന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു ഘട്ടത്തിൽ മോദിയുടെ ഭൂരിപക്ഷം കുറയുകയും അദ്ദേഹം പിന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ, അത് BJP കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കിയ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ളതാണ്. വീണ്ടും പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് പോലും ഇപ്പോഴും സംശയമുണ്ട്. അപ്രതീക്ഷിതമായി ഇന്ത്യ മുന്നണി എന്തെങ്കിലും കളികൾ കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ BJP കേന്ദ്രങ്ങൾക്കും നല്ല ടെൻഷനുണ്ട്. ഇതാണ് ഏറ്റവും വലിയ വിജയ മുന്നേറ്റം എന്ന് ഇന്ത്യ മുന്നണി പറയുന്നു. ഇന്ത്യ മുന്നണിയെ അടച്ചാക്ഷേപിച്ച നിരവധി പേരുണ്ട്. ഇന്ത്യ അലയൻസ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയവരുണ്ട്. അതെന്താ, NDA കുറിച്ച് പറയുമ്പോൾ ND അലയൻസ് എന്നാണോ പറയുന്നത്? ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇൻക്ലൂസീവ് അലയൻസ് എന്ന അവസാന വാക്കുകളെ ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞ് കളിയാക്കി പരിഹസിച്ചവർക്ക് കൊടുത്ത മറുപടിയാണിത്. ഇന്ത്യ മുന്നണിയിൽ എല്ലാവരും കൂടെ ചേർന്നിട്ട് BJPയുടെ അത്ര സീറ്റ് നേടിയില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് ആഘോഷിക്കുന്നതെന്ന് ചോദിക്കുന്നവരോട് മറ്റൊരു മറുപടി കൂടിയുണ്ട്. BJP എന്താണ് പറഞ്ഞത്? 400-ൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുമെന്ന്. ഇവിടെ ഒരു പ്രതിപക്ഷമേ ഉണ്ടാവുകയില്ല, ഇത്തരത്തിൽ ഞങ്ങൾക്ക് ഭരണഘടനയെ തന്നെ അട്ടിമറിക്കാനുള്ള ഭൂരിപക്ഷം തരൂ എന്നാണ് രാജസ്ഥാനിലെ ഒരു സ്ഥാനാർത്ഥി തന്നെ ക്യാമ്പയിൻ ചെയ്തത്. ആ രാജസ്ഥാനിലാണ് കോൺഗ്രസ് മുന്നേറ്റം നടത്തിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാഴ്ച തന്നെയാണ്.